പ്രകൃതിയും പ്രകൃതി ഭംഗി കൊണ്ടും ഏറ്റവും മനോഹരമായൊരു സ്ഥലം. ഞാൻ ഇന്നുവരെ പോയതിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായ സ്ഥലം. വെള്ളവും കാടുകളും ഐലൻഡ് പോലുള്ള ചെറിയ കാടുകളും അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ബോട്ടിലുള്ള യാത്രയും ചേർന്ന് ഒരു രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ദൂരെ അങ്ങ് അഗസ്ത്യാർകൂടം മലനിരകളും കാണാം. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ബോട്ടിങ്ങും ചെയ്ത് ആ വെള്ളത്തിൻ്റെ ശബ്ദവും ആ നെയ്യാർ ഡാമിലെ അതായത് നെയ്യാർ ആറ്റിലെ കാഴ്ചകളും ഒപ്പം ഈ ഐലൻഡ് പോലുള്ള ചെറു ദ്വീപുകളിലെ കാഴ്ചകളും അപ്പം എല്ലാവർക്കും നെയ്യാറിലെ ഈ ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ ബോട്ടിങ് ആരംഭിക്കുകയാണ്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ നെയ്യാറാണ്, തിരുവനന്തപുരം നെയ്യാർ. വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ മൈ ലൈഫ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് വരെ യാത്ര ചെയ്തതിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ ആ ഒരു ടൈം പീരീഡിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ നെയ്യാർ ഡാമിലെ ഈ ഒരു ആക്ടിവിറ്റി. നമ്മുടെ വൈൽഡ് ലൈഫ്, നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ആനയും മാനിനെയും കാണാൻ പറ്റിയ ഒരു ട്രാവലാണ്. അപ്പം നമ്മുടെ ഡാം സൈറ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ പണ്ടൊക്കെ ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ലയൺ സഫാരി പാർക്കില്ല. പകരം നമുക്ക് ആനയെയും, അതായത് കോട്ടൂർ എലിഫൻറ്റ് പാർക്കിനെ കണക്ട് ചെയ്ത് അവിടുത്തെ 2 ആനകളെയും ഒപ്പം ഒരു മാൻകൂട്ടത്തെയും, അതായത് ഇവിടെ തന്നെ റീഹാബിറ്റേഷൻ സെൻറ്ററിൽ വളർത്തുന്ന മാനുകളെയും കാണാൻ പറ്റിയൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മുടെ ബോട്ടിങ് ആരംഭിച്ചു. 300 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതായത് ഒരാൾക്ക് 300 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. നമ്മുടെ ഈ നെയ്യാർ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും കൂടെയാണ് ഇത്. അപ്പോൾ നെയ്യാർ ഡാമിൽ വരുന്നവർക്ക് ഇവിടെ തന്നെ നെയ്യാർ ഡാം കടന്നു വരുമ്പോൾ തന്നെയാണ് ഈ ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് കൂടെ ഒരു ഗൈഡായിരിക്കും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പം ഇതിപ്പം കാണുന്നത് നമുക്ക് 15-16 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ ബോട്ടാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പ്രൈവറ്റ്, അതായത് ഫാമിലിക്കൊക്കെ പോകാനെങ്കിൽ 2500 രൂപയൊക്കെ ആണെങ്കിൽ നമുക്കൊരു പ്രൈവറ്റായിട്ടൊരു ബോട്ട് എടുക്കാം. അപ്പം അത് ചെറുതാണ്. അപ്പം അത് നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഫുൾ കറക്കി അവർ കൊണ്ട് കാണിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വരെ പോയില്ല. അത് ബോട്ടിങ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വെർത്തായിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് നമ്മുടെ ഈ നെയ്യാർ ഡാമിലെ ഈ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ വൈൽഡ് ലൈഫായിട്ട് ബന്ധപ്പെട്ട് ആണ് അവർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു. ബോട്ടിങ് ആയിരുന്നാലും ബാക്കി കാര്യങ്ങളായിരുന്നാലും മൃഗങ്ങളെ കാണുന്നതും ഏറ്റവും എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിൻ്റെ കാഴ്ചകളും ബാക്കിയുള്ള എക്സ്പീരിയൻസും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ മാക്സിമം കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഇനിയും വരും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്ത, അതായത് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ബോട്ട് റൈഡായിരുന്നു ഈ നെയ്യാറിൽ. ചുറ്റും കാണുന്ന കാടും, ഇതിവിടെ നമുക്ക് 11 ഐലൻഡ്സ് ആയിട്ടുണ്ട്. അതായത് ചെറിയ ചെറിയ ഐലൻഡ്സിൽ കാട് പോലെ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പം ജലനിരപ്പ് ഇച്ചിരി കൂടുതലാണ്. ഇല്ലാത്ത സമയത്ത് കുറച്ചും കൂടെ നമുക്ക് കരഭാഗമൊക്കെ കാണാൻ പറ്റി ഓരോ ഐലൻഡിൻ്റെയൊക്കെ. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വെർത്തായിട്ട് തോന്നിയ ഒരു റൈഡായിരുന്നത്.
അങ്ങ് ദൂരെ കാണുന്ന എല്ലാം നമ്മുടെ അഗസ്ത്യാർകൂടം കണക്ട് ചെയ്ത് വരുന്ന മലനിരകളും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും മഴയൊന്നും പെയ്തില്ല. പക്ഷേ നല്ല വിഷ്വൽസൊക്കെ കിട്ടി. നല്ല പച്ചപ്പും മഴയൊക്കെ പെയ്ത് തോർന്നുകൊണ്ട് നല്ലൊരു എഫക്റ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും എല്ലാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് നമ്മളിതാ നമ്മുടെ ആനയും മാനിനെയൊക്കെ കാണാൻ പറ്റിയ ആ ഒരു ഐലൻഡ് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് റോഡൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കയറിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവർ നമ്മളെ ആറ് കൊണ്ടിങ്ങനെ ഫുൾ ട്രാവൽ ചെയ്ത് നമുക്ക് ഷട്ടറിൻ്റെ ബാക്ക് സൈഡ് എല്ലാം കാണിച്ചു തന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. നമ്മുടെ ഗൈഡ് വള്ളിയൊക്കെ കെട്ടാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ കാണുന്ന ആ പോയിന്റിലാണ് നമുക്ക് ഇറങ്ങേണ്ട. അങ്ങനെ ഒരു അരമണിക്കൂറുള്ള ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ സ്ഥലത്തെത്തി. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ആന. ഇത് നമ്മുടെ കോട്ടൂർ എലിഫൻറ്റ് റീഹാബിറ്റേഷൻ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കാണികളെ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് 2 ആനകളുണ്ട്. ഒന്ന് ഇവനും ഒന്ന് വഴി വരുന്നുണ്ട്, കാണിക്കാം. അപ്പം ആൾ നല്ല ആക്റ്റീവായിരുന്നു, നല്ല കളിക്കാൻ പറ്റിയൊരു മൂഡിലായിരുന്നു. തലയെ വാട്ടി നമ്മളിപ്പോൾ ഒരു 10-15 പേരെ ഈ ഒരു കൂടെ വന്നിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ ആ ഫസ്റ്റ് റൈഡ്, ആ ബോട്ട് റൈഡിൽ നമ്മൾ 15 പേര് അടുപ്പിച്ചേ ഉള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് ആദ്യം കാണിച്ചിട്ടായിരിക്കും ബാക്കി അടുത്ത ബോട്ടൊക്കെ വരുന്നത്. അപ്പം നമ്മുടെ കൂടെ ഒരു ഗൈഡും കാണും. അപ്പോൾ ഗൈഡ് കുറേ കാര്യങ്ങളും ബാക്കിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ചീങ്കണ്ണിയും ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ ആന ഇത്തിരി വയലൻ്റ് ആയിരുന്നു. സെൽഫായിട്ട് കഴിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ അതിന് നല്ല ആഹാരം കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ഐസൊലേഷനെ വെച്ച് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ടൂറിസ്റ്റിനെ കാണിച്ചു കൊടുക്കും. ഈ കിടക്കുന്നതൊക്കെ ഒരു 35-40 വയസ്സുള്ള പ്രായമുള്ളതാണ്. അപ്പോൾ പ്രശ്നക്കാരിയാണല്ലോ, അപ്പോൾ കൂടുതൽ അതായിരിക്കും. പിന്നെ ഇവിടെ വിരിഞ്ഞ കൊണ്ടിട്ടിരിക്കുന്നത് പിന്നെ പരിപാലിച്ച് വളർത്തിയെടുത്ത് കുറച്ചും കൂടെ നാച്ചുറലായിട്ട് വെക്കുന്നതുകൊണ്ട് പില്ലാന്നുള്ള വള്ളി സാർ ഒരേ കണക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുടിക്കാം. ഇത് വേറെ വള്ളിയാണ്. വള്ളി ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ആനയുടെയും ബാക്കി നമ്മുടെ ക്രോക്കഡൈലിൻ്റെയൊക്കെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ ട്രക്കിങ് ചെയ്യണം. അത് ചെറിയൊരു വഴിയൂടെ, അതായത് ഇതിൻ്റെ മറുവശത്ത് പോകുന്നതാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഡിയറിൻ്റെയൊക്കെ ഈ റീഹാബിലിറ്റേഷൻ സെൻ്റർ വരുന്നത്. അവിടെ ഇപ്പോൾ ഏകദേശം 200ഓളം ആനകളുണ്ട്. ഏകദേശം 2000 സ്ക്വയർ മീറ്ററോളം അവർ ഫെൻസൊക്കെ ചെയ്തിട്ട് അതിനകത്താണ് ഈ മാനിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവിടെ പോകുമ്പോൾ തന്നെ ഒരുപാട് മാനിനെ കാണാൻ പറ്റും. ഇപ്പം മഴ സീസണായി, അതായത് നമ്മളിപ്പോൾ പോകുന്ന ടൈം നല്ല ബെസ്റ്റ് ടൈമാണ്. അപ്പം നമുക്ക് കൂടുതൽ അടുത്ത് തന്നെ മാനിനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പം ഗൈഡ് നമുക്ക് പോകുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കറക്റ്റ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളെല്ലാം ഗൈഡ് തന്നെ പറഞ്ഞുതരും. പിന്നെ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള വേറൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ ഈ ട്രക്കിങ്. അതായത് നമുക്ക് ഉൾക്കാടിലോട്ടൊക്കെ പോകാൻ പറ്റും. അതായത് ബോട്ട് റൈഡ് കഴിഞ്ഞ് നമ്മൾ ഒരു ഐലൻഡ് പോലത്തെ ഒരു മലനിരപ്പിൻ്റെ താഴ്വരയിലൊക്കെ ആക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമുക്ക് ട്രക്കിംഗ് ഉണ്ട്. അപ്പം 1 ഡേ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം അതിന് ഏകദേശം 5500 റേറ്റ് വരുന്നത് 5 പേർക്ക്. അപ്പം 5 പേരൊക്കെ ഉണ്ടെങ്കിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു 1 ഡേ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രക്കിങ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നേരെ ഡിയർ റീഹാബിറ്റേഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നെയ്യാറിലാണ് ഇപ്പോൾ ഇത്. കണ്ടില്ലേ, ഒരുപാട് മാനുണ്ട്.
മാനിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് യാത്രയായി. അപ്പം വരുന്ന വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട ആനയെ കുളിപ്പിക്കുന്ന കാഴ്ചകളും. അപ്പോൾ ഇത് ഈ ഒരു ടൈമിലൊക്കെയാണ് ഇത് നമുക്ക് അടുത്ത് തന്നെ നിന്ന് കാണാം. അത് വളരെ ദൂരെയൊന്നുമല്ല, തൊട്ടടുത്താണ്. അപ്പം നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളും മറ്റവൻ അതായത് നമ്മുടെ ആദ്യം ഇത്തിരി കുറുമ്പ് കാണിച്ച ആൾ വെള്ളത്തിൽ ഡയറക്റ്റ് ഇറങ്ങി കുളിക്കുന്നുണ്ട്, ബോട്ട് അടുത്തുണ്ട്. അപ്പോൾ ഇത് ഇവരൊരു ലൈഫ് സ്റ്റൈലായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു എക്കോ സിസ്റ്റമൊക്കെ. അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. പാപ്പാനൊക്കെ ഉണ്ട് കൂടെ. ഇപ്പോൾ പാപ്പാൻ പറയുന്നതെല്ലാം ആന കേൾക്കുന്നതും ബാക്കി അവർ കളിക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത്രയും കണ്ടതിൽ ഏറ്റവും എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട്, അതായത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് ഈ നെയ്യാർ ഡാമിൽ, അതായത് ഈ നെയ്യാർ വൈൽഡ് ലൈഫിൽ അവർ ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം നമ്മളവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മുടെ ബോട്ടിങ്ങുമാണ്. അപ്പം നമ്മൾ തിരിച്ച് കയറിയെടുത്ത് തന്നെ അവരാക്കും. അപ്പം ഇത് കുറച്ച് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ കുറച്ച് ചുറ്റി കറങ്ങി കാണിച്ചു തരും. അപ്പം നമ്മൾ നേരെ ആദ്യം ഫസ്റ്റ് വന്നത് നല്ല ത്രൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബോട്ടിങ് കറക്റ്റ് കറങ്ങി നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ അടുപ്പിച്ച് വരുമായിരിക്കും. 3/4 മണിക്കൂറോളം നമുക്ക് ഇനി ബോട്ടിങ്ങാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞാൻ വിഷ്വൽസ് എല്ലാം കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യും. ഓക്കെ. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ഈ നെയ്യാർ ഡാമിൻ്റെ കാഴ്ചകളായിരിക്കും. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത വീഡിയോ, അതായത് നമ്മുടെ ഈ ഡാമിൻ്റെ വീഡിയോ വരുന്നുണ്ട്. അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ.